സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് രണ്ട് കാര്യങ്ങളിലൂടെ മുന്നോട്ട് നോക്കാം. സംഗീതം, മ്യൂസിക്, കഥ, സ്റ്റോറി. ഇവ രണ്ടും പ്രധാനമായിട്ടെടുത്തതിൻ്റെ കാര്യം ഒരേപോലെ വരുന്ന സംഗീതം, അതായത് ഒരു ഗാനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഗീതം വേറൊരാൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നത് മനസ്സിലാക്കുവാനുള്ള എല്ലാവിധത്തിലുള്ള സംവിധാനമുണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല, മറ്റു ഭാഷയിലല്ല, ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഉടൻ തന്നെ അത് കോപ്പി അടിച്ചത് എന്ന പേരിൽ ഉടനെ തന്നെ അതിനുവേണ്ടി തിരഞ്ഞിരിക്കുന്ന ആൾക്കാരും അതിനുള്ള സംവിധാനം തന്നെയുമുണ്ട്. കോപ്പിറൈറ്റ് എന്ന പേരിൽ തന്നെ അതിന് പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. സ്റ്റോറിയും അതുപോലെ തന്നെയാണ്. ഒരേപോലെയുള്ള കഥ വേറൊരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ, കോപ്പി അടിച്ചത് എന്നുള്ള പേരിൽ പെട്ടെന്ന് അത് ആൾക്കാരിലേക്ക് എത്തുകയും, അത് മലയാളം എന്നതിൽ മാത്രമല്ല, ഏതു ഭാഷയിലൂടെ, ഇനിയും ചൈനീസിലായിക്കോട്ടെ, മറ്റ് കൊറിയൻ ഭാഷയിലായിക്കോട്ടെ, എവിടെ വെച്ച് ആയാലും തന്നെ അങ്ങനെയൊരു സിനിമയുടെ കഥ കോപ്പിയടിച്ചാണ് ഈ സിനിമ എടുത്തതെന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കാര്യം ഞാൻ പ്രധാനമായിട്ട് എടുത്തത്. സംഗീതവും കഥയും. സംഗീതത്തിൽ തന്നെ ഇനിയും ലിറിക്സ് എഴുതാം, രചന നടത്താം. അത് പല ആൾക്കാരും നല്ല മനോഹരമായിട്ട് രചന നടത്തിയിരിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. എത്രയോ മനോഹരമായിട്ടാണ് അവർ രചന നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ രചനയിൽ വരുന്ന വരികളിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിച്ച വന്നാലും അതിൽ വിഷയം വരുന്നില്ല. പക്ഷേ മ്യൂസിക് എന്ന് പറയുന്ന കാര്യത്തിൽ അതിനൊരു വിട്ടുവീഴ്ചയും കൊടുക്കാറില്ല. ഏതെങ്കിലും രീതിയിൽ അതിനൊരു താളവുമായിട്ട് ചേർന്ന് വരികയാണ്, ഈണവുമായിട്ട് ചേർന്ന് വരികയാണെങ്കിൽ ഉടൻ തന്നെ അത് കോപ്പി അടിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറി എന്ന ലെവലിൽ, സംവിധാന ലെവലായിക്കോട്ടെ, ഈ കഥയ്ക്ക് സംഭാഷണവും തിരക്കഥയും എഴുതുന്നതായിക്കോട്ടെ, ഇതൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയോ എടുത്തോ എന്നൊന്നും ആൾക്കാർക്ക് പ്രശ്നമാകുന്നില്ല. അതൊന്നും അതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള അവസ്ഥയൊന്നും വരുന്നില്ല. പക്ഷേ ഈ കഥ ആവർത്തിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ കോപ്പിയടിക്കാരൻ ആയി എന്നത് സാരം. നമുക്ക് 3 സംഗീത പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ എടുക്കാം. സിനിമാ ഗാനങ്ങൾ തന്നെയാണ്. മികച്ച ഗാനങ്ങൾ, മികച്ച സൃഷ്ടി, കോപ്പിയടിക്കാത്ത അല്ലെങ്കിൽ മികച്ച രീതിയിൽ സംഗീതം നൽകിയിരിക്കുന്ന, രചന നൽകിയിരിക്കുന്നത്, ഏറ്റവും മനോഹരമായിട്ട് പാടിയിട്ടുള്ള 3 ഗാനങ്ങൾ. സംഗീതം എത്രയോ മനോഹരമാണെന്നുള്ളത് ആ പാട്ട് കേൾക്കാൻ തന്നെ ഏതൊരു വ്യക്തിയും പൂർണ്ണമായിട്ടും സമ്മതിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ 3 പാട്ടിലെയും സംഗീതം. അപ്പോൾ അതിലെ രചന, വരികൾ എത്ര മനോഹരമായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നതെന്നും അതെത്ര മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നതെന്നും ഈ 3 ഗാനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിലാദ്യത്തെ ഗാനം നമ്മൾ എടുക്കുന്നത് ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ, മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു എന്നുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാനമാണ്. 80-90 ഗാനമാണ്. പാടിയിരിക്കുന്നത് യേശുദാസാണ്. യേശുദാസിൻ്റെ മനോഹരമായ ഗാനം നമുക്ക് വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വളരെയധികം അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ശബ്ദം ആദ്യ കാലഘട്ടത്തിൽ നിന്ന് മാറി അടുത്ത കാലഘട്ടത്തിലേക്ക് വന്നു, അതിൻ്റെ അടുത്ത കാലഘട്ടത്തിലേക്ക് വന്നു, ഏറ്റവും മധുരപരമായിട്ട് നിൽക്കുന്ന അവസ്ഥ. അതിനുവേണ്ടി യേശുദാസ് നടത്തിയിരിക്കുന്ന ത്യാഗങ്ങൾ, ത്യജിക്കൽ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യേശുദാസിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമേ ഇല്ല. ഈ ഗാനത്തിന് ഇനിയും സംഗീതം, അതായത് ഞാൻ ആദ്യം പറഞ്ഞ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ സംഗീതം നടത്തിയിരിക്കുന്ന MG രാധാകൃഷ്ണനാണ്, NG ശ്രീകുമാറിൻ്റെ ചേട്ടൻ. രചന, ലിറിക്സ് നടത്തിയിരിക്കുന്നത് ONV കുറുപ്പാണ്. മനോഹരമായിട്ടുള്ള വരികൾ. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ, മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നും, തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു, കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു,
ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. മനോഹരമായ വരികൾ, അതിനൊത്ത ഏറ്റവും മികച്ച സംഗീതവും. ജാലകം എന്ന് പറയുന്ന സിനിമയിലാണ് ഈ ഗാനം വന്നിരിക്കുന്നത്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് അശോകനും പാർവതിയുമാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് അതിൻ്റെ ചിത്രീകരണവും നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടുവാനായിട്ടുള്ള ഗാനം സൃഷ്ടി ഓ മൃദുലേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഞാൻ ഏകനാണെന്ന് പറയുന്ന സിനിമയാണത്. പി ചന്ദ്രകുമാർ സംവിധാനവും ആക്ടർ മധു നിർമ്മിച്ചതുമായിട്ടുള്ള സിനിമയാണ്. ദിലീപ്, പൂർണിമ ജയറാമാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഗാനചിത്രീകരണം മനോഹരമായിരുന്നുവെങ്കിലും നായകൻ്റെ ദിലീപ് എന്ന് പറയുന്നത് പുതിയ ദിലീപല്ല. അദ്ദേഹം 1-2 സിനിമയിൽ മാത്രം അഭിനയിച്ചിരിക്കുന്ന ദിലീപാണ്. പക്ഷേ ആ അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം തത്രപ്പാട് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ ഗാനത്തിനനുസരിച്ച് അദ്ദേഹത്തിന് അഭിനയിക്കുവാൻ സാധിച്ചോ എന്നുള്ളത് ആ ഗാന ചിത്രീകരണം കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഗാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് സംവിധായകൻ സത്യൻ അന്തിക്കാട്. സിനിമ സംവിധാനം ചെയ്ത് പി ചന്ദ്രകുമാർ ആണെങ്കിൽ ഈ സിനിമയുടെ രചന നടത്തുവാനായിട്ട് എത്തിയിരിക്കുന്ന ആളുടെ എന്തോ വിസമ്മതക്കുറവോ അദ്ദേഹത്തിന് വരാനുള്ള അസൗകര്യമോ മൂലം ആ സെറ്റിലുണ്ടായിരുന്ന തുടക്കകാല സംവിധായകനാകാനായിട്ട് സഹസംവിധായകനായിട്ട് നിന്ന സത്യൻ അന്തിക്കാടാണ് അതിൻ്റെ രചന നടത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള രചനകൾ വളരെ മികച്ചതാണ്. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളതേ ഉള്ളൂ. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള രത്നങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സത്യൻ അന്തിക്കാടിൻ്റെ രചനകളിലൂടെ, ചില ചിത്രങ്ങളിൽ മാത്രം. ഇനിയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പോകുന്ന സൃഷ്ടികർത്താവ്. സംഗീതം, മ്യൂസിക് നടത്തിയിരിക്കുന്നത് MG രാധാകൃഷ്ണനാണ്. ആ മ്യൂസിക് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ വളരെയധികം അതിശയിച്ചു പോകുന്ന രീതിയിലുള്ള സംഗീതമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്ന ഗാനത്തിനും മ്യൂസിക് നടത്തിയിരുന്നത് MG രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. ഈ ഗാനം അതുപോലെ തന്നെ പാടിയിരിക്കുന്നത് മുമ്പേ പറഞ്ഞ കൊണ്ട് തന്നെ യേശുദാസ് തന്നെയാണ്. ഓ മൃദുലേ ഹൃദയ മുരളിയിൽ ഒഴുകിവ എന്ന് തുടങ്ങുന്നതാണ് ആ ഗാനം. വളരെ മനോഹരമായ ഗാനം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഗാനം ചന്ദന മണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളകി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അതും ഇതുപോലെ തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ള ഗാനം. വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഗാനം. മരിക്കുന്നില്ല ഞാൻ എന്ന് പറയുന്ന സിനിമയാണ്. സംവിധാനം PK രാധാകൃഷ്ണൻ, നായകൻ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രത്യേകതയും. നളിനിയാണ് അഭിനയിച്ചിരിക്കുന്നത്. രചന നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായ രചന നടത്തിയിട്ടുള്ള രവീന്ദ്രനാണ് നമ്മുടെ സൃഷ്ടികർത്താവ്. സംഗീതം നൽകിയിരിക്കുന്നത് ഏഴാച്ചേരി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്. പാടിയിരിക്കുന്നത് മനോഹര ഗാനങ്ങൾ, വളരെ വളരെ മനോഹര ഗാനങ്ങൾ. അധികം കൂടുതൽ യേശുദാസിനെയും MG ശ്രീകുമാറിനെയും പോലെ എണ്ണത്തിൽ വളരെയധികം പാടാത്തതായിട്ടുള്ള വേണുഗോപാലാണ്. അദ്ദേഹത്തിൻ്റെ വേണുഗോപാൽ ഇത്രയ്ക്ക് ഗാനമേ പാടിയിട്ടുള്ളൂ. എങ്കിലും അത് ഇത്രയ്ക്കും രത്നങ്ങൾ പോലുള്ള ഗാനങ്ങൾ തന്നെയാണ്. അതിമനോഹരമായിട്ടാണ് വേണുഗോപാൽ ആ പാട്ട് പാടിയിരിക്കുന്നത്. സംഗീതം നടത്തിയിരിക്കുന്ന ആളിനെ ഒന്നുകൂടെ പറയാം, ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഈ സിനിമയിലും പ്രത്യേകമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പാളിച്ച എന്ന് പറയുന്നത്, ഇത്രയും മനോഹരമായിട്ടുള്ള ഗാനത്തിന് മികച്ചൊരു ഗാന ചിത്രീകരണം നടത്തുവാനായിട്ട് അതിൻ്റെ സംവിധാനം നടത്തിയ PK രാധാകൃഷ്ണന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വളരെ മോശം സംവിധാനം. ഇതുപോലെ മികച്ച ഗാനമായിട്ടുള്ള ഒരു സിനിമ, അതായത് 7 സ്വരങ്ങളും എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്. 7 സ്വരങ്ങളും അതിൻ്റേത് ഏറ്റവും മികച്ച രീതിയിൽ എല്ലാ തലത്തിലും സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ബാലചന്ദ്ര മേനോൻ അഭിനയിക്കുന്നതായിട്ടുള്ളൊരു സിനിമയാണ്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ നമുക്കറിയാം. അദ്ദേഹം വളരെയധികം നടീനടന്മാരെ കൊണ്ടുവന്നിട്ടുള്ള സംവിധായകനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സിനിമയിലെ എല്ലാ കാര്യങ്ങളും
മികച്ച രീതിയിൽ അതിൻ്റെ എല്ലാ തലങ്ങളും കഥ, തിരക്കഥ, സംഭാഷണം, പാടുന്നതിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഇച്ചിരി മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ സിനിമയുടെ എല്ലാ തലങ്ങളിലും വിജയിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അതുപോലെ തന്നെ ചില സിനിമകൾ നമുക്ക്, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ്, മികച്ച ഗാനമായിരിക്കാം, പക്ഷേ അതിൻ്റെ ഗാനചിത്രീകരണം നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിനിമയിലും. ചന്ദന മണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളകി എന്ന് തുടങ്ങുന്ന ഗാനവും വളരെയധികം മികച്ച അമൃത് പോലുള്ള ലെവൽ നമുക്ക് കാണുവാനായിട്ട് നമ്മുടെ സംഗീതത്തിൽ അല്ലെങ്കിൽ രചനയിൽ കാണാമെങ്കിലും നമ്മൾ 3 ഗാനങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതാണ് ആദ്യമേ പറഞ്ഞതുപോലെ സൃഷ്ടി എന്നതിന് മികച്ച പ്രാധാന്യം നൽകുന്ന അവസ്ഥ. രണ്ടാമതൊരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ കണ്ടുപിടിക്കും, കോപ്പിയടി എന്ന് പറയുന്ന ലെവലിലേക്ക് പോകുന്ന രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മളിവിടെ സംസാരിച്ചത്. സ്റ്റോറി ആൻഡ് മ്യൂസിക്, സംഗീതം ആൻഡ് കഥ. ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ ഒരു ദളം മാത്രം, ഓ മൃദുലേ, ചന്ദന മണിവാതിൽ. ഈ ഗാനം നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മനോഹരമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യാനായിട്ടും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.